യുവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ എൻ്റെ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ കറൻ്റ്ലി 36 വീക്സ് പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ ഒരു 35-36 ഒക്കെ ആകുമ്പോൾ നിങ്ങൾ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് എടുത്തത്, എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്താ, ബേബിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്താ ഞാൻ കൊണ്ടുപോകുന്നതെന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലത്തെ ഒരു ചെറിയ ഡഫൽ ബാഗിലാണ് ഞാൻ ബേബിക്കുള്ള ഐറ്റംസ് എല്ലാം പാക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. എൻ്റെത് ഞാൻ സെപ്പറേറ്റ് വേറൊരു ബാഗിലാണ്. ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ ചെക്കപ്പിനൊക്കെ പോകുമ്പോൾ നമ്മൾ ഡോക്ടർമാരോട് ചോദിക്കുക എന്താണ് നമ്മൾ എന്തൊക്കെ കൊണ്ടുവരണം. അപ്പോൾ അവരുടെ കയ്യിൽ ചിലപ്പോൾ ചെക്ക് ലിസ്റ്റ് ഉണ്ടാവും, കുട്ടിക്ക് വേണ്ടുള്ള ചെക്ക് ലിസ്റ്റും അമ്മയ്ക്ക് വേണ്ടുള്ള ചെക്ക് ലിസ്റ്റും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഉണ്ടെങ്കിൽ അത് വാങ്ങി വെച്ചിട്ട് അതനുസരിച്ച് നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാം, കൊണ്ടുപോകാം. ഞാൻ ഹോസ്പിറ്റലിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡോക്ടറിനോട്. അപ്പോൾ എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്കുള്ള ഡ്രസ്സസ് ഒന്നും കൊണ്ടുവരണ്ട, അതായത് ഫീഡിങ് നൈറ്റി പോലുള്ളതൊന്നും അധികം കൊണ്ടുവരണ്ട, അവിടുന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യും, ഇന്നേഴ്സ് കാര്യങ്ങളൊക്കെ എടുത്താൽ മതി എന്നായിരുന്നു പറഞ്ഞത്. അപ്പം പല ഹോസ്പിറ്റലിലും ഡിഫറെൻ്റ് ആയിരിക്കും, ചിലർക്ക് കുട്ടികൾക്കുള്ളതും കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ കിംസിലാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ അവർ ബേബീസിന് ഫസ്റ്റ് ഡേ ഉള്ള ഡ്രസ്സും എല്ലാം പ്രൊവൈഡ് ചെയ്യുമെന്ന് എന്നോട് പറഞ്ഞിരുന്നു ഞാനിങ്ങനെ ചെക്ക് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ. അപ്പോൾ എൻ്റെ കൂടെയുള്ള ബൈസ്റ്റാൻഡേഴ്സിന് എളുപ്പം ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് തൽക്കാലം വെച്ചിരിക്കുന്നത്. കാരണം ഇപ്പോൾ രാഹുലില്ല എൻ്റെ കൂടെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാഹുലിനും കൂടി ഈസി ആയിട്ട് മനസ്സിലാകുന്ന രീതിയിലാണ് ഞാൻ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതെല്ലാം കൂടി ഈ ബാഗിലോട്ട് ഇനി ആക്കിയാൽ മാത്രം മതി എനിക്ക്. അപ്പോൾ അത് എന്തൊക്കെയാണ് ഞാൻ എടുത്തേക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഞാൻ ബാഗ് എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് വെയിലത്തൊക്കെ വെച്ച് ഉണക്കിയൊക്കെ എടുത്ത ഒരു ബാഗാണിത്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം തന്നെ ഞാൻ ഡ്രൈ ഷീറ്റാണ് വെക്കുന്നത്. അപ്പോൾ എല്ലാവരുടെ അടുക്കയും ഞാൻ എൻ്റെ കസിൻസിൻ്റെ അടുക്കയും എല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെ അവരെടുത്തേ, കാരണം എനിക്കറിയില്ലല്ലോ. പിന്നെ ഹോസ്പിറ്റലിലും ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാം കൂടി വെച്ചിട്ട് ഒരു ഊഹത്തിലാണ് ഞാൻ ഇത്രയൊക്കെ വേണ്ടി വരും എന്നുള്ളൊരു ഊഹത്തിലാണ് ഞാൻ പാക്ക് ചെയ്യുന്നത്. അത്യാവശ്യമുള്ളത് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇത് വന്നിട്ട് ഡ്രൈ ഷീറ്റാണ്. ഇത് ഏകദേശം ഒരു മീഡിയം സൈസൊക്കെ വരുന്ന ഡ്രൈ ഷീറ്റാണ്. അപ്പോൾ ഈ ഡ്രൈ ഷീറ്റ് എന്തിനാന്ന് വെച്ചാൽ കൊച്ചിനെ കിടത്തുമ്പോൾ നമ്മൾ ഇത് ഇട്ടിട്ട് കിടത്തിക്കഴിഞ്ഞാൽ അത് സൂസുമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ബെഡ് നനയില്ല, ബേബിയെ കിടത്തിക്കുന്ന ബെഡ് അധികം നനയില്ല. പിന്നെ അതുപോലെ ഇത് കഴുകിയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടുകയും ചെയ്യും നമുക്ക്. അപ്പോൾ ഡ്രൈ ഷീറ്റ് ഞാനൊരു 2 എണ്ണം എടുത്ത് വെക്കുകയാണ്. വെക്കാൻ വേണ്ടി പോകുന്നത് റാപ്പിംഗ് ടവലാണ്. നമ്മളിങ്ങനെ ചെറിയ തൊപ്പി പോലൊക്കെ വന്നിട്ടുള്ളൊരു ടവലില്ലേ, അത് ഞാൻ ഇതുപോലെ പേരെഴുതി ഒട്ടിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു രാഹുലിന് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവണം ഏതാണെന്ന് എൻ്റെ കൂടെ നിൽക്കുന്നത്. അപ്പം ഞങ്ങൾ ഒരുമിച്ചും അല്ല പാക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ എഴുതി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ റാപ്പിംഗ് ടവല് ഇപ്പോൾ ബേബിയെ കിടത്തുമ്പോൾ ഇടാനോ അല്ലെങ്കിൽ പൊതിഞ്ഞ് കെട്ടി വെക്കാനോ എല്ലാം, അത് ഒരു 2 എണ്ണം ഈ ടൈപ്പിലുള്ള 2 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം വരണം. ഇതെല്ലാം കഴുകി തേച്ച് മടക്കിയതാണ്. ഞാനിപ്പോൾ അത് നോക്കുവാണ്. ഈ ഡ്രൈ ഷീറ്റിൻ്റെ മുകളിലൊക്കെ ഇട്ട് കിടത്തത്തില്ലേ, അതുപോലത്തെ ടൈപ്പ് 2 ടവലാണ്. ഫുള്ള് ഞാൻ ഈ സിപ്പ് ലോക്ക് ഇടുന്നില്ല, ഇതിങ്ങനെ കുറച്ച് എയർ പോയിങ്ങനെ നന്നായിട്ട് അങ്ങിയിരിക്കത്തുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള സിപ്പ് ലോക്കും ഞാൻ വാങ്ങിച്ചിട്ട് സെപ്പറേറ്റ് വെക്കാം, അതാകുമ്പോൾ എടുക്കാൻ എളുപ്പമായിരിക്കും വെച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. പിന്നെ ക്ലോത്ത് നാപ്പീസ്, ഇത് ഇത്രയൊന്നും പോരാ, ഇത് കുറേ വേണ്ടി വരും. ഞാനിപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഒരു 7 എണ്ണത്തിൽ കൂടുതൽ എടുത്തിട്ടുണ്ട്. തുണി തന്നെയാണ് നമ്മളിങ്ങനെ കെട്ടിക്കൊടുക്കും, സ്നഗ്ഗി പോലുള്ള തുണിയാണിത്, ഇങ്ങനെ കെട്ടിക്കൊടുക്കാൻ പറ്റുന്നത്. അത് ഞാനൊരു 6-7 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത് കഴുകി യൂസ് ചെയ്യാം നമുക്ക്. പിന്നെ ഇത് കൂടാതെ നമ്മളിപ്പോൾ അലക്കി തേച്ച മുണ്ടൊക്കെ ഇല്ലേ, അത് മുണ്ട് ഇങ്ങനെ വെട്ടി പീസാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്, കോണകം പോലെയൊക്കെ കെട്ടിക്കിടക്കുക. കാരണം കൊച്ചുകൾ ജനിച്ച് കഴിഞ്ഞാൽ പിന്നെ സ്കൂൾ സൂസു ഇടയിലും അപ്പിയിടലും ഒക്കെ ആയിരിക്കും. അപ്പം ഇത് തന്നെ കഴുകി യൂസ് ചെയ്യേണ്ടി വരും. എന്തായാലും ഞാനതൊരു 7 പീസസ് അത് എടുത്തിട്ടുണ്ട്, ക്ലോത്ത് നാപ്പീസ്. പിന്നെ അതുപോലെ ഇത് അത്ര ആവശ്യമുള്ളതാണോ എന്ന് എനിക്കറിയത്തില്ല, ഒരു 3 നിക്കർ ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ എനിക്കറിയില്ല നിക്കർ ഇടാനൊക്കെ ടൈം കിട്ടുമോ എന്ന്. കാരണം ഈ കോണകം കിട്ടിയോ അല്ലെങ്കിൽ ഡൈപ്പർ കിട്ടിയൊക്കെ കിടക്കുമായിരിക്കും. അപ്പോൾ നിക്കർ ഇടാൻ എന്തായാലും ഞാനൊരു 3 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്, അതും മടക്കി വെക്കുകയാണ്.
പിന്നെ അത് കഴിഞ്ഞ് ബാത്ത് ടവൽ. ഇതിപ്പോൾ കൊച്ചിനെ തുടയ്ക്കാനോ അങ്ങനെയൊക്കെ വേണ്ടിയിട്ടാണ്. എന്തായാലും നമ്മൾ ജനിച്ച ഉടനെ ഒന്നും കോരി ഒഴിച്ച് കുളിപ്പിക്കാൻ പോകുന്നില്ല. പക്ഷെ ജസ്റ്റ് ഒന്ന് കൊച്ചിനെ തുടപ്പിക്കാനൊക്കെ ആയിട്ടോ, ഇൻ ബെഡിലിട്ട് കിടക്കാനാണെങ്കിലോ എന്തെങ്കിലും ആവശ്യത്തിന് എന്തെങ്കിലും വൈപ്പ് ചെയ്യാനൊക്കെ അവർ ചോദിക്കുകയാണെങ്കിലോ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് 2 വൈറ്റ് ക്ലോത്തിൽ വരുന്ന ഒരു സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ്. അപ്പോൾ അതിൽ 2 ബാത്ത് ടവലെന്ന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. വൈപ്പിംഗ് പർപ്പസിന് എല്ലാത്തിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് 2 എണ്ണം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. വന്നിട്ട് ബേബിയുടെ ചെറിയ ടവലാണ്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പം പാലൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഫേസൊക്കെ വൈപ്പ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് വളരെ സോഫ്റ്റായിട്ടുള്ള ടവലാണ്. നല്ല സോഫ്റ്റ്. മുഖമൊക്കെ വൈപ്പ് ചെയ്യാനും അങ്ങനെയൊക്കെ പെട്ടെന്ന് കവിട്ടിയൊക്കെ ചെയ്യുമ്പോൾ വൈപ്പ് ചെയ്യാനും അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ട് ടവലാണിത്. അത് ഞാനൊരു 1 2 3 4 4 എണ്ണം വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ സ്ലീപ്പിംഗ് സ്യൂട്ട് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഉപയോഗിക്കേണ്ടി വരുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫുൾ സൈസിങ് 4 വരെ വരുന്നില്ല. അതൊരു 2 എണ്ണം എടുത്തിട്ടുള്ളൂ അങ്ങനത്തെ ഡ്രസ്സ്. ഇനി 4 വരെ വരുന്ന ഡ്രസ്സില്ലേ, സോറി ഇതെൻ്റെ ഫ്രണ്ട് കണ്ടോ, ആ ഒരു ഡ്രസ്സ് ഞാൻ ഇതൊക്കെ തേച്ചതാണ്. ഞാൻ കുറേ പ്രാവശ്യം എടുക്കുകയും മടക്കുകയും ചെയ്തൊക്കെ എല്ലാം ചുളുക്കായി. അപ്പോൾ അത് ഞാനൊരു 2 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ രാത്രിയൊക്കെ കിടക്കുമ്പോഴോ അല്ലെങ്കിൽ തണുക്കുന്നുണ്ടെങ്കിൽ ഒക്കെ നമുക്കിടാം. ഇത് റോംപേഴ്സ് എന്നാണ് ഇങ്ങനത്തെ ഡ്രസ്സിന് പറയുന്നത്. ഈ ഫുൾ ലെഗിൽ വരെ കവർ ചെയ്ത് ടൈപ്പ് ഡ്രസ്സ് എന്ന് പറയുന്നത് റോംപേഴ്സാണ്. സ്ലീപ്പ് സ്യൂട്ട് എന്നൊക്കെ പറയാം. പിന്നെ ഞാൻ മസ്ലിൻ സ്വാഡിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് വെച്ചിട്ടുണ്ട്. അതെന്ന് പറയുന്നത് സോഫ്റ്റ് കോട്ടൺ തുണിയാണ്. ഭയങ്കര സോഫ്റ്റ് തുണിയാണ്. നമുക്ക് ബേബിയെ കിടത്താം അല്ലെങ്കിൽ റാപ്പ് ചെയ്ത് നമുക്കിങ്ങനെ വെക്കാം. അപ്പോൾ അവരതിൽ സുഖിച്ചങ്ങനെ ഇരുന്നോളും. അത് കണ്ടോ, വളരെ സോഫ്റ്റ് ഒരു തുണിയാണ്. കണ്ടില്ലേ, ഇത് നമുക്ക് കിടത്താനും എല്ലാം നമ്മൾ ഡ്രൈ ഷീറ്റിൻ്റെ മുകളിലൊക്കെ ഇട്ട് കിടത്താം, അല്ലെങ്കിൽ നന്നായിട്ട് പൊതിഞ്ഞ് കെട്ടിയൊക്കെ വെക്കാനും ഒക്കെ ആയിട്ട്. അത് ഞാനൊരു 2-3 എണ്ണം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വെള്ള തുണി ഉണ്ടെങ്കിൽ അതും ചെയ്യാം. ഞാനിതൊരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. 3 എണ്ണം. ഇത് ഞാൻ വെട്ടി വെച്ചിട്ടുണ്ട് പൊതിഞ്ഞ് പഠിക്കാൻ വേണ്ടിയിട്ട്. കൊച്ചിനെ പൊതിയുന്ന രീതി ഇത് വാങ്ങിച്ച പാക്കറ്റിലുണ്ട്. അപ്പോൾ ഇതുപോലെ റാപ്പ് ചെയ്ത് നമുക്ക് ബേബീസിനെ വെക്കാം. അതും കൂടെ ഞാൻ ഇത് ഇട്ടിട്ടുണ്ട് നോക്കി റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തായാലും നമ്മൾ കുറേ ഇങ്ങനെ ഇതുപോലെ ടവൽസും തുണികളും ഒക്കെ വേണം തുടയ്ക്കാനും എടുക്കാനും എല്ലാം. ഇനി അടുത്തതെന്ന് പറയുന്നത് ബർപ്പ് ചെയ്യുമ്പം ഉള്ള ടവൽ. അപ്പം നമ്മൾ കൊച്ചിന് പാൽ കൊടുത്തു കഴിഞ്ഞിട്ട് തോളത്തിട്ടിട്ട് ഇങ്ങനെ നമ്മൾ ബർപ്പ് ചെയ്യിപ്പിക്കാൻ ഇങ്ങനെ ചെയ്യത്തില്ലേ, അപ്പം നമ്മുടെ തോളിലോ ഒന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ ഈ ടവലിടാം. ഈ ഒരു ടവൽ അതൊരു 3 എണ്ണം. 2 എണ്ണം എടുത്ത് വെച്ചാൽ മതിയെന്നായിരുന്നു. എന്തായാലും ഞാൻ 3 എണ്ണം ആ ഒരു ടവൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മൾട്ടിപർപ്പസ് ആണ്. ഇപ്പോൾ കൊച്ചിനെ തുടയ്ക്കാനും വേണമെങ്കിൽ ഉപയോഗിക്കാം. കണ്ടില്ലേ, അതല്ലെങ്കിൽ ഇതുപോലെ നമുക്കിങ്ങനെ തോളത്തിങ്ങനെ ഇട്ടിട്ട് കൊച്ചിനെ ഇങ്ങനെ ഇട്ടിട്ട് പാക്ക് ചെയ്ത് ബർപ്പ് ചെയ്യിപ്പിക്കത്തില്ലേ, അപ്പം ഒക്കെ യൂസ് ചെയ്യാം. ഇതൊക്കെ അന്നേരം കൈ കിട്ടുമെന്നൊന്നും അറിയത്തില്ല. പക്ഷെ എന്തായാലും ഞാനതൊരു 3 എണ്ണം എടുത്ത് വെക്കുന്നുണ്ട്. നമ്മളിങ്ങനെ പേരെഴുതി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കും അത് എടുക്കാൻ എളുപ്പമായിരിക്കും. ഈ ബാഗിന് എല്ലാം കൂടി കിടന്ന്, കാരണം എല്ലാം വെള്ള കളറും അങ്ങനെയൊക്കെയുള്ള തുണികളാണ്. അപ്പോൾ ഇത് എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നതാണെന്ന് മനസ്സിലാവും. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയനിൽ നിങ്ങൾക്ക് അങ്ങനെ എഴുതി വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. ഇത് വന്നിട്ട് ക്യാപ്പാണ്, തൊപ്പി. അതൊരു 2 സെറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. കുഞ്ഞി ക്യാപ്പില്ലേ ബേബിയുടെ തലയിൽ ഇങ്ങനെ വെക്കുന്ന, കവർ ചെയ്ത് ചെവിയൊക്കെ മറച്ചിങ്ങനെ വെക്കുന്ന ക്യാപ്പ്. അതൊരു 3 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് മിറ്റൻസ് ആൻഡ് ബൂട്ടീസ് എന്ന് പറയും. കയ്യിലും കാലിലൊക്കെ സോക്സ് പോലെ ഇടുന്ന കണ്ടിട്ടില്ലേ പിള്ളേരുടെ, അത് ഞാനൊരു 2 ജോഡിയുടെ എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇത് കയ്യിലിടുന്ന ഇത് വന്നിട്ട് കാലിലിടുന്ന, കണ്ടോ സോക്സ് പോലെ കാലിലിടുന്ന, തണുക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അതൊരു 2 ജോഡി എടുത്തിട്ടുണ്ട്. ജസ്റ്റ് വെറും 2 ജോഡി മാത്രമാണ്, പക്ഷേ കണ്ടു കഴിഞ്ഞാൽ അത് കുറേ ഉള്ള പോലെ തോന്നും. പിന്നെ ഇത് വന്നിട്ട് ബേബിയെ തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഇടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നൊരു ഡ്രസ്സാണ്. ബേബി ഹോം കമ്മിങ് ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ എഴുതി എടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് തിരിച്ച് കൊണ്ടുവരുമ്പോൾ ബേബിക്ക് ഇടാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തത് ഞാൻ എടുത്തേക്കുന്നത് ഫ്രണ്ട് ടൈ ഡ്രസ്സ് എന്ന് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഫ്രണ്ട് ടൈ എന്ന് വെച്ചാൽ ഫ്രണ്ടിൽ ഇങ്ങനെ കെട്ട് വരുന്ന ടൈപ്പ് ഡ്രസ്സസ്. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു അതാണ് എളുപ്പം, പെട്ടെന്ന് ഇങ്ങനെ ബട്ടൺസൊക്കെ ഇടാനൊക്കെ പാടായിരിക്കും. അപ്പോൾ ഫ്രണ്ടിൽ ഇതുപോലെ ഇങ്ങനെ കെട്ട് വരത്തില്ലേ,
കെട്ട് വരുന്ന ടൈപ്പ് ഡ്രസ്സാണ് നല്ലതാണ്. അങ്ങനെ ഫ്രണ്ടിൽ കെട്ട് വരുന്ന ടൈപ്പ് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ തേച്ച് മടക്കിയതാണ്. ടൈ വരുന്ന ഡ്രസ്സ് ഞാനൊരു 5 എണ്ണം എടുത്തിട്ടുണ്ട്, 5 എണ്ണം. ഇത് വന്നിട്ട് ഫ്രണ്ട് സ്നാപ്പ് ബട്ടൺ വരുന്നത്, സ്നാപ്പ് ബട്ടൺ അല്ലെങ്കിൽ പ്രസ് ബട്ടൺ, അത് നമുക്ക് അത്യാവശ്യം കേട്ടോ. ഈ ഫ്രണ്ട് ടൈ, ഫ്രണ്ട് സ്നാപ്പ് ബട്ടൺ വരുന്നത് നമുക്ക് അത്യാവശ്യമാണ്, പെട്ടെന്ന് ഇടാൻ പറ്റും. വേണ്ട കണ്ടോ, ഇങ്ങനെ പ്രസ് ബട്ടൺ പോലെ വരും കണ്ടോ ഇങ്ങനെ. അപ്പോൾ നമുക്കിങ്ങനെ ഞെക്കി ഇട്ടാൽ മതി. അത് ഞാനൊരു 5 എണ്ണം എടുത്ത് വരുന്നുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ എടുത്തിട്ടുള്ളത് ഈ ഫ്രണ്ട് ബട്ടൺ വരുന്നതും, പിന്നെ അതുപോലെ ഫ്രണ്ടിൽ ഈ സ്നാപ്പ് ബട്ടൺ വരുന്നതും, പിന്നെ അതുപോലെ ഫ്രണ്ടിൽ ടൈ വരുന്ന ടൈപ്പ് ഡ്രസ്സാണ്. എല്ലാം ലൈറ്റ് കളേഴ്സ്, വൈറ്റ് അങ്ങനെയുള്ളത് തന്നെയാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഇനി ഞാൻ ബേബിയെ റിസീവ് ചെയ്യാൻ നേരത്ത് വാങ്ങിക്കാൻ വേണ്ടി കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ടവലാണ്. ഇതുപോലെ ഇങ്ങനെ വന്നിട്ട് ഒരു ക്യാപ്പൊക്കെ ഉണ്ട്, നല്ല സോഫ്റ്റ് മെറ്റീരിയലാണിത്. അപ്പോൾ ബേബിയെ റിസീവ് ചെയ്യാൻ ഇത് കൊടുക്കാം എന്നാണ് ഞാൻ ഇതുവരെയും തീരുമാനിച്ചിരിക്കുന്നത്. എന്താണെന്ന് അറിയത്തില്ല, പക്ഷെ എന്തായാലും ഇത് ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഐഡിയ ഇത് ബേബിയെ എന്താ പറയുക കൊടുക്കാൻ വേണ്ടി, അല്ല ബേബിയെ റിസീവ് ചെയ്യാൻ നേരത്ത് ഈ ഒരു ടൈപ്പ് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതിനിങ്ങനെ ഒരു വള്ളിയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ആക്ച്വലി ഇത് പറഞ്ഞാൽ ഇത് സ്വാഡിൽ ചെയ്ത് വെക്കുന്ന ടൈപ്പ് ഒരു ക്ലോത്ത് തന്നെയാണ്, അങ്ങനെ ചെയ്യാൻ പറ്റിയൊരു ക്ലോത്താണ്. അപ്പോൾ അതും ഞാൻ എടുക്കുന്നുണ്ട്. അതുകൂടെ വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൾമോസ്റ്റ് തീർന്നു. സോ അതുകൂടെ ഞാൻ വെച്ച് കഴിഞ്ഞു. പിന്നെ ഒരു പെസിഫയർ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് യൂസ് ചെയ്യുമെന്ന് അറിയത്തില്ല, പക്ഷെ കടയിൽ കണ്ടപ്പോൾ എനിക്ക് വാങ്ങിക്കാൻ തോന്നി, അങ്ങനെ വാങ്ങിച്ചതാണ്. വെച്ചേക്കാം, എല്ലാം സ്റ്റെറിലൈസ് ചെയ്ത് യൂസ് ചെയ്ത്. സൈഡിൽ ഒരു കോമ്പിൻ്റെ സെറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. മുടിയുണ്ടോ ചെയ്യാനുള്ള അത്ര ഉണ്ടോ ഒന്നും നമുക്കറിയത്തില്ല, പക്ഷെ എന്നാലും ഞാൻ അതൊന്ന് വാങ്ങിച്ചിട്ടാണ്. ബേബിയുടെ എസെൻഷ്യൽ ഐറ്റംസ് എല്ലാം ഞാൻ ഈ ഒരു ബാഗിൽ പാക്ക് ചെയ്തു മാറ്റി വെച്ചു. ഇനി എനിക്ക് കൊണ്ടുപോകാനുള്ളത് ബേബിയുടെ ക്യാരിയിങ് നെസ്റ്റ് ഉണ്ട്, തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ അതപ്പോൾ ഞാൻ പക്ഷേ എൻ്റെ ബാഗിൻ്റെ കൂടെ തന്നെ വെക്കാം. പിന്നെ അതുപോലെ ബേബിയുടെ ടോയ്ലറ്ററീസ് ഉണ്ട്, ഷാംപൂ, പിന്നെ ഒരു ബോഡി ലോഷൻ, സോപ്പ്, അതൊക്കെ ഞാൻ കാണിക്കാം. അതൊക്കെ ഞാൻ എൻ്റെ ബാഗിൽ വെക്കുന്നതാണ്. ഈ ഡ്രസ്സിൻ്റെ കൂടെ ഒരുമിച്ച് വെക്കുന്നില്ല എന്നേ ഉള്ളൂ. ഇനി എൻ്റെ ബാഗിൽ എന്തൊക്കെയാണ് ഞാൻ വെച്ചതെന്ന് കാണിച്ചു തരാം. കയ്യിലൊരു ചെറിയ ഷോൾഡർ ബാഗ് എടുക്കുന്നുണ്ട്. ഇതിൽ പ്രത്യേകിച്ചൊന്നും ഇല്ല, നമ്മുടെ ഹോസ്പിറ്റലിലെ ഫയൽസും കാര്യങ്ങളും ഒക്കെയാണ്. പിന്നെ ഒരു മൊബൈൽ ചാർജർ എടുക്കുന്നുണ്ട്, ഒരു വാലറ്റിൽ നമ്മുടെ ID കാർഡ് കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഹോസ്പിറ്റലിലെ ഫയൽസ് അങ്ങനെ എല്ലാം കൂടി ചേർത്തിട്ട് ഞാനൊരു കയ്യിലിങ്ങനെ എടുക്കുന്നുണ്ട്, ഒരു ഷോൾഡർ ബാഗ്. ഓക്കെ, ഈ ബാഗിൽ അതേ ഉള്ളൂ, ക്യാഷും ID കാർഡും പിന്നെ ഹോസ്പിറ്റലിലെ ഫയൽസും ഞാൻ സെപ്പറേറ്റ് ഒരു ബാഗിലാക്കി വെക്കുന്നുണ്ട്. ഇനി ഈ ഒരു പെട്ടിക്കകത്ത് ഞാൻ എന്തൊക്കെയാണ് വെക്കുന്നതെന്നാണ് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു, ഞാൻ ബേബിയുടെ എസെൻഷ്യൽ ക്ലോത്ത് ഐറ്റംസ് മാത്രമേ അതിൽ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിൽ ഇതുപോലുള്ള ഹഗ്ഗീസ്, ടോയ്ലറ്ററീസ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് ഞാൻ വെക്കാൻ പോകുന്നത്. അപ്പോൾ ഹഗ്ഗീസിൻ്റെ എന്താ പറയുക ഡയപ്പർ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, ന്യൂ ബോണിൻ്റെ ആണ്. അതൊരു പാക്കറ്റ് വെക്കുന്നുണ്ട്. സ്ഥലം ഉണ്ടെങ്കിൽ ഞാൻ ഒരെണ്ണം കൂടി വെക്കും. അപ്പോൾ തൽക്കാലം ഒരെണ്ണം വെക്കുകയാണ്. അടുത്തത് ഞാൻ ഇന്നേഴ്സ് വെക്കുകയാണ്. ഇത് നഴ്സിംഗ് ബ്രായാണ്. അത് ഞാനൊരു 5-6 എണ്ണം എടുത്തിട്ടുണ്ട്, ഒരു 6 എണ്ണം എടുത്തിട്ടുണ്ട്. എനിക്കറിയില്ലല്ലോ നമുക്ക് എത്ര ദിവസം നിൽക്കേണ്ടി വരും, മാക്സിമം ഒരു 1 വീക്കൊക്കെ ചിലപ്പോൾ നമുക്ക് നിൽക്കേണ്ടി വന്നാലോ. അപ്പോൾ എന്തായാലും ഞാനൊരു 6 നഴ്സിംഗ് ബ്രാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെക്കുകയാണ്. പിന്നെ അതുപോലെ 2 ഷോർട്സ് എടുത്തിട്ടുണ്ട്. എനിക്ക് ഇപ്പോൾ അവർ തരുന്ന ഡ്രസ്സാണെങ്കിൽ പോലും അതിൻ്റെ അടിയിലിടാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു 2 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്, ഇൻ കേസ് നീഡഡ് എന്നുള്ളതിൽ 2 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് കംഫർട്ടബിളായിട്ട് ഇടാൻ പറ്റുന്ന ഒരു 6-7 പാൻറ്റീസ് ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. അതും ഈ ഷോർട്സിൻ്റെ കൂടെ തന്നെ ഞാൻ വെക്കുകയാണ്. ഇത് വന്നിട്ട് ഞാൻ വീട്ടിലോട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഇട്ടുകൊണ്ട് വരാനുള്ള ഡ്രസ്സാണ്. അപ്പോൾ അത് ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അത് തേച്ച് മടക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു ഡ്രസ്സും കൂടി ഇവിടെ വെക്കുക. ഒരു സാറ്റിൻ സ്കാർഫും ഉണ്ട്, അതുപോലെ അതല്ലേ ഒരു സാറ്റിൻ സ്കാർഫും. ഇതിപ്പോൾ നമുക്ക് ഹെയർ പില്ലോയിലിട്ട് കിടക്കുകയും ചെയ്യാം, അതല്ലെങ്കിൽ നമ്മൾ നഴ്സിംഗ് ചെയ്യുമ്പോൾ കവർ ചെയ്യുകയും ഒക്കെ ചെയ്യാം. അപ്പോൾ അങ്ങനെ 2 എണ്ണം അതെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഫീഡിങ് നൈറ്റീസ് എടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഡ്രസ്സ് കൊണ്ടുവരണമെന്നായിരുന്നു പറഞ്ഞത്, പക്ഷെ എന്നാലും ഞാനൊരു 3 എണ്ണം എടുക്കുന്നുണ്ട്. ഇൻ കേസ് എപ്പോഴെങ്കിലും എന്തെങ്കിലും എമർജൻസിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയാൻ പറ്റില്ലല്ലോ. ഞാൻ എന്തായാലും ഒരു 3 എണ്ണം എന്നോട് കൊണ്ടുവരണമെന്നാണ് പറഞ്ഞെങ്കിലും ഞാനൊരു 3 ഫീഡിങ് നൈറ്റി പോലുള്ളത് എടുക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഇങ്ങനെ ഫ്രണ്ട് ഇങ്ങനെ നമുക്കിങ്ങനെ ഫ്ലിപ്പ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്, സിപ്പല്ല. ഇങ്ങനെ വന്നിട്ടില്ലേ ഫ്രണ്ട് ഇവിടെ ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ്, അങ്ങനത്തെ ഫീഡിങ് മാക്സിയാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. 3 മാക്സി എടുത്തിട്ടുണ്ട്, 3 മാക്സി എടുത്തിട്ടുള്ളൂ.
ഇനി കുറച്ച് നേരം നിൽക്കാം. ഞാൻ നിൽക്കുകയാണ്. പിന്നെ ഞാൻ എൻ്റെ വാട്ടർ വൈപ്സ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് 99% പ്യുവർ വാട്ടർ ഉള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളത് വാങ്ങിക്കുന്നതാണ് നല്ലതെന്നാണ് ഞാൻ എൻ്റെ കസിൻസിനോടൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ ബേബിയുടെ പുറം വൈപ്പ് ചെയ്യാനും പിന്നെ മോഷൻ പോകുമ്പോൾ ഒക്കെ വൈപ്പ് ചെയ്യാനും അങ്ങനെയൊക്കെ വേണ്ടിയിട്ട് ക്ലീൻ ചെയ്യാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഇത് 72 പുൾസ് ഉണ്ട് ഇതിൽ. ഇത് മതിയായിട്ട് ഒരെണ്ണം, ആക്ച്വലി 2 എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ തൽക്കാലം ഞാൻ ഒരെണ്ണം വെക്കുകയാണ്. സ്ഥലം ഉണ്ടെങ്കിൽ ഞാൻ ഒരെണ്ണം കൂടി ഇതിൽ വെക്കാൻ നോക്കും. അതുപോലെ ഞാൻ അതേ പീരീഡ് പാൻറ്റി കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇത് കോർട്ടക്സിനാണ്. ഇതിലൊരു 10 വരുന്നതാണ്. പീരീഡ് പാൻറ്റി ശരിക്കും പറഞ്ഞാൽ പീരീഡ്സ് ആയിരുന്നപ്പോൾ പോലും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ കുറേ പേരിടയ്ക്കൊക്കെ ചോദിച്ചപ്പോൾ പീരീഡ് പാൻറ്റി കംഫർട്ടബിൾ ആണ് ഈ ഒരു ടൈമിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ അല്ലാതെ വേറെ പാഡ് ഞാൻ കൊണ്ടുപോകുന്നില്ല. പിന്നെ നമുക്ക് അവിടുന്ന് തരും. ഹോസ്പിറ്റലിൽ നിന്ന് എന്തായാലും ഓഫ് കോഴ്സ് നമ്മൾ ഡ്രസ്സ് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ അവിടുന്ന് തരും. അപ്പോൾ കാർമസി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയും ഒരു 5 വരുന്ന ഒരു കിറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ പീരീഡ് പാൻറ്റി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് വന്നിട്ട് ഡിസ്പോസിബിൾ ബ്രസ്റ്റ് പാഡ്സ് ആണ്. നമുക്ക് എന്തെങ്കിലും ലീക്കേജ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ വെക്കാമെന്ന് വെച്ചിട്ട് ഞാൻ ഒരു പാക്കറ്റ് ഒന്ന് സേഫ്റ്റിക്ക് വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണിത്. പിന്നെ ഇതും ബേബിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഐറ്റമാണ്. മുണ്ട് അലക്കി തേച്ച് കഴുകി മുറിച്ചൊക്കെ വെച്ചിരിക്കുന്നതാണ് അമ്മ. വെള്ള തുണി നമുക്ക് ആവശ്യമാണ്. ഇൻ കേസ് അവർ നമുക്ക് അവിടെ വൈപ്പ് ചെയ്യാനോ ബേബിയെ വൈപ്പ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിക്കുകയാണെങ്കിലും ഒക്കെ കൊടുക്കാനായിട്ട് ഒരു 2 മുണ്ട് കഴുകി തേച്ച് അത് മുറിച്ച് വെച്ചിരിക്കുന്നതാണത്. പിന്നെ ഞാൻ എൻ്റെ സ്കിൻ കെയർ ഐറ്റംസ് എല്ലാം കൂടി ഒരു പാക്കറ്റിലാക്കിയിട്ടുണ്ട്. ഇതിൽ ഒരു മോയ്സ്ചറൈസർ വരുന്നുണ്ട്, സൺസ്ക്രീൻ വരുന്നുണ്ട്, പിന്നെ ഒരു വെറ്റ് വൈപ്സ്, പിന്നെ ഒരു ചെറിയ കുപ്പി ടോണർ, പിന്നെ കോട്ടൺ പാഡ്സ്, നമ്മുടെ പഞ്ഞിയില്ലേ അത് എല്ലാം കൂടി ആയിട്ട് ഇതിൽ ഞാൻ ഒരു ഐറ്റം കൂടി ഇടണം. ചെറിയൊരു പാക്കറ്റ് ഫേസ് ടിഷ്യൂവും കൂടി ഇടുന്നുണ്ട്. ഇൻ കേസ് എനിക്ക് യൂസ് ചെയ്യേണ്ടി വന്നാൽ വെച്ചിട്ട് ഒരു ചെറിയ പാക്കറ്റ് ഫേസ് ടിഷ്യൂവും കൂടി ഇടുന്നുണ്ട്. നമ്മുടെ സ്കിൻ കെയർ ഐറ്റംസ് ഒക്കെ ഇത്രയേ ഉള്ളൂ. മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, വെറ്റ് വൈപ്സ്, ടോണർ ഉണ്ട്, പിന്നെ പഞ്ഞിയും. അത്യാവശ്യമായിട്ടുള്ള സ്കിൻ കെയർ ഐറ്റംസ് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ ഒരു ബോണറ്റ് എടുത്ത് വെക്കുന്നുണ്ട്. നമ്മുടെ ഹെയറൊക്കെ ഒന്ന് സെക്യൂർ ചെയ്തൊക്കെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി ഒരു ചെറിയ ബോണറ്റ് ഞാൻ വെക്കുന്നുണ്ട്. കേർലി ഹെയർ പ്രോബ്ലംസ് ആണ് അത്. അപ്പോൾ ഞാനൊരു ബോണറ്റ് എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു ടവൽ വെക്കുകയാണ്. എനിക്ക് കുളിച്ചിട്ട് തുടയ്ക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഒരു ടവൽ വെക്കുന്നുണ്ട്. ഇത് വന്നിട്ട് എൻ്റെ ചെറിയൊരു മേക്കപ്പ് കിറ്റാണ്. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. ഇത് വലിയ ഐറ്റം ഒന്നുമില്ല. സാധാരണ ഞാൻ കൊണ്ടുപോകുന്നതിനൊക്കെ കമ്പീഷൻ നോക്കി ഇത് വളരെ കുറവാണ്. അപ്പോൾ ഒരു മസ്കാര വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ കോമ്പാക്ട് പൗഡർ ഉണ്ട്. പിന്നെ കാജൽ വെച്ചിട്ടുണ്ട്. ഒരു ഐലൈനറും വെച്ചിട്ടുണ്ട്. ദെൻ ഫൗണ്ടേഷൻ, ഒരു കൊച്ചു കുപ്പി ഫൗണ്ടേഷൻ വെച്ചിട്ടുണ്ട്. ഒരു ലിപ്സ്റ്റിക്ക് വെച്ചിട്ടുണ്ട്. പിന്നെന്താ ഐബ്രോസ് ടച്ച് ചെയ്യുന്ന ഒരെണ്ണം വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു സിസേഴ്സ് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും വെട്ടാനോ മുറിക്കാനോ ഒക്കെ വന്നാൽ അപ്പോൾ അങ്ങനെ ഞാനൊരു സിസേഴ്സ് വെച്ചിട്ടുണ്ട്. പിന്നെ പൊട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കയ്യിൽ ചെറിയൊരു കണ്ണാടിയാണിത്, കയ്യിൽ വെച്ച് നോക്കാൻ പറ്റുന്ന ഒരു കണ്ണാടി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഹെയർ ബാൻഡ്, ഒരു ബൺ വെച്ചിട്ടുണ്ട്, ഒരു ഹെയർ ബൺ വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഹെയർ ക്ലിപ്പും അതുപോലെ വലിയ ബനാന ക്ലിപ്പാണ് ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ബനാന ക്ലിപ്പും വെച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ചെറിയ കുറച്ചൊരു മേക്കപ്പിൻ്റെ ഒരു കിറ്റും കൂടി ഞാൻ ഇവിടെ വെക്കുന്നുണ്ട്. ഇനി ഇതിൽ ഞാൻ പറഞ്ഞില്ലേ ഒരു ഐറ്റം എനിക്ക് വെക്കാനുണ്ടെന്ന്, ബേബി ക്യാരിയിങ് നെസ്റ്റ്. ഇത് ബേബിയെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ ഇതിലിങ്ങനെ വെച്ച് കൊണ്ടുവരാമെന്ന് വെച്ചിട്ടാണ്. ഇത് 2 വയസ്സ് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന പല ടൈപ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതെനിക്ക് ഒരു ഡിഫറെൻ്റായിട്ട് തോന്നി. അങ്ങനെ ഞാൻ ഇത് വാങ്ങിച്ച്. വളരെ സോഫ്റ്റാണ്. മറ്റേതൊക്കെ ഭയങ്കര സ്റ്റിഫായിട്ടിരിക്കുന്നതാണ് ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത്. ഇതൊരു ഡിഫറെൻ്റായിട്ട് ഇരിക്കുന്നതാണ് ഞാൻ ഇത് വാങ്ങിച്ചതാണ്. ബേബിയുടെ ടോയ്ലറ്ററീസ്, അത് ഒരു ഷാംപൂ, ഒരു ബോഡി ലോഷൻ, പിന്നെ ഒരു ഡൈപ്പർ റാഷ് ക്രീം, അതുപോലെ ഒരു ക്ലൻസിങ് സോപ്പും എനിക്ക് സേഫ്റ്റിക്ക് വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യം വരുമെന്നറിയില്ല. അപ്പം ബേബിയുടെ ടോയ്ലറ്ററീസ് എല്ലാം കൂടി ഞാൻ ഇതുപോലൊരു കവറിലാക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ബേബിയുടെ ക്ലോത്തൊക്കെ വാഷ് ചെയ്യുന്ന ചെറിയൊരു ലിക്വിഡ് ഡിറ്റർജൻറ്റും കൂടി കൊണ്ടുപോകുന്നുണ്ട്. നമ്മുടെ കോട്ടൺ നാപ്പീസ് അങ്ങനെയൊക്കെ വെച്ച് കഴുകേണ്ടി വന്നാലും അത് വെക്കുന്നുണ്ട്. ഇത് വന്നിട്ട് എൻ്റെ ടോയ്ലറ്ററീസാണ്. അതായത് ഒരു ഷാംപൂ, ഒരു കണ്ടീഷണർ, പിന്നെ ഒരു ലീവ് ഇൻ കണ്ടീഷണർ മാത്രം കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ സോപ്പ്, പിന്നെ ഒരു ചീപ്പ് വെച്ചിട്ടുണ്ട് ഡീറ്റാങ്കിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ
പല്ല് തേക്കുന്ന ബ്രഷും പേസ്റ്റും വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു നിപ്പിൾ ബട്ടർ വാങ്ങിച്ചിട്ടുണ്ട്. ഈ നിപ്പിൾസ് ക്രാക്കാവോ അങ്ങനെ എന്തെങ്കിലും ഡ്രൈനെസ് എന്തെങ്കിലും വരികയാണെങ്കിലോ ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒരു നിപ്പിൾ ബട്ടർ വാങ്ങിച്ചിട്ടുണ്ട്. അതും കൂടെ ഞാൻ ഈ ബ്രഷിൻ്റെ പേസ്റ്റിൽ ആക്ച്വലി അത് സ്കിൻ കെയറിൻ്റെ കൂട്ടത്തിലാണ് വെക്കുന്നത്. അത് പാക്ക് ചെയ്തിട്ട് ഞാൻ തൽക്കാലം ഇതിൻ്റെ കൂടെ വെക്കുവാണ്. അതുപോലെ ഒരു ഹോട്ട് ബാഗ്, നമുക്ക് പെയിനൊക്കെ വരുമ്പം എനിക്ക് ഹോട്ട് ബാഗ് വെക്കുന്നത് ഒരു ആശ്വാസമാണ്, ബാക്ക് പെയിനൊക്കെ വരുമ്പോഴും അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അപ്പം ഞാനൊരു ഹോട്ട് ബാഗ് ചെറുതെടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഇത് അമ്മ വാങ്ങിച്ചതാണ്. ഈ സംഭവം കൊച്ചിന് എന്തെങ്കിലും പാലിങ്ങനെ കൊടുക്കാനോ ഒക്കെ വേണ്ടിയിട്ടോ അങ്ങനെ എന്തെങ്കിലും ഫോർമുല മിൽക്കൊക്കെ കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റി ഇങ്ങനെ ഒരു ദീപം പോലത്തെ ഒരു സാധനം. അതുകൊണ്ട് ഇത് ചിലപ്പോൾ ഹോസ്പിറ്റലിൽ തന്നെ കിട്ടും, പക്ഷെ നമ്മൾ കടയിൽ കണ്ടുകൊണ്ട് അങ്ങനെ എടുത്തതേ ഉള്ളൂ. പിന്നെ അതുപോലെ ഞാൻ സാനിറ്റൈസർ എടുത്തിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ ഈ ഹാൻഡ് ബാഗിൽ തന്നെ ഇട്ടിരിക്കുന്നത്. ഇത് ഫൈനലി ബാത്റൂം സ്ലിപ്പേഴ്സാണ്. ഞാൻ വെക്കുകയാണ്. അത് ഞാൻ പൊതിഞ്ഞ് ഈ ടോയ്ലറ്ററീസ് ഒക്കെ വെച്ചിരിക്കുന്നത് എൻ്റെ കൂട്ടത്തിൽ തന്നെ ഫ്രണ്ടിൽ വെക്കാം. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് എസെൻഷ്യലായെന്ന് തോന്നിയതും ഞാൻ കൊണ്ടുപോയി എടുത്ത് വെച്ച ഐറ്റംസും എല്ലാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹോസ്പിറ്റലിൽ ചെക്ക് ലിസ്റ്റ് ചോദിക്കുക. ഒരു 35 വീക്സ് ഒക്കെ ആകുമ്പോൾ നിങ്ങൾ ചെക്കപ്പിന് പോവുകയാണെങ്കിൽ 35 or 34 വീക്സിലൊക്കെ ചെക്കപ്പിന് പോവുകയാണെങ്കിൽ നിങ്ങൾ ഡോക്ടറിനോട് ചോദിക്കുക ഇതുപോലെ ചെക്ക് ലിസ്റ്റ് ഉണ്ടോ, എന്തൊക്കെയാണ് കൊണ്ടുവരേണ്ടതെന്ന് ഒരു ജനറൽ ഐഡിയ അവർ തരും. പിന്നെ അതുപോലെ ഞാനും പല യൂട്യൂബ് വീഡിയോസും ഒക്കെ കണ്ടിട്ടുണ്ട്, എൻ്റെ കസിൻസിനോടൊക്കെ ചോദിച്ച് അങ്ങനെയൊക്കെയാണ് ഞാനും ഒരു ചെക്ക് ലിസ്റ്റ് ഞാൻ ഉണ്ടാക്കിയത്. അതനുസരിച്ചാണ് ഞാൻ ഇന്ന് ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഒരിക്കലും മറക്കരുത് നിങ്ങളുടെ സ്കാനിങ് റിപ്പോർട്ട്സ്, ബ്ലഡ് ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ട്സ്. ഇപ്പം ഞാൻ 2 ഹോസ്പിറ്റലായിട്ടാണ് കാണിച്ചത്. ഞാൻ പാനിപ്പട്ടായിരുന്നപ്പോൾ അവിടെയായിരുന്നു കാണിച്ചത്. അപ്പോൾ അവിടുത്തെ എന്നെ ചെക്ക് ചെയ്ത റിപ്പോർട്ട്സും കാര്യങ്ങളും സ്കാനിങ് റിപ്പോർട്ട്സും അതെല്ലാം എടുത്ത് വെക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും ID കാർഡ്സ് ഉണ്ടെങ്കിൽ അതെടുത്ത് വെക്കുക. പിന്നെ എന്തെങ്കിലും റീഇംബേഴ്സ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എല്ലാം എടുത്ത് വെക്കുക. അപ്പോൾ അതൊക്കെ എസെൻഷ്യലാണ്. അതെല്ലാം ഞാൻ എൻ്റെ ഒരു ഹാൻഡ് ബാഗിലാണ് വെക്കുന്നത്. ഈ ക്ലോത്തിൻ്റെ കൂടെയും ഒന്നുമല്ല വെച്ചത്, സെപ്പറേറ്റ് എൻ്റെ ഒരു ഹാൻഡ് ബാഗിൽ തന്നെയാണ് വെച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഹോസ്പിറ്റൽ ബാക്ക് പാക്കിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്തൊരു അടിപൊളി വീഡിയോയിലൂടെ കാണാം. അതുവരെയ്ക്കും ബൈ ഫ്രം ശ്രുതി.